10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ വെബ് ഡിസൈനിങ്ങിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. അതായത് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. രവീന്ദ്രനാഥ ടാഗോറിനെ പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു വെബ് പേജ് ചുവടെ തന്നിരിക്കുന്ന മാതൃകയിലേതുപോലെ തയ്യാറാക്കുക. ചുവടെ മാതൃകയിലേതുപോലെ വെബ് പേജ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനായി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ടാഗോർ.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകളിൽ അതായത് CSS-ൽ ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. രവീന്ദ്രനാഥ ടാഗോർ എന്ന തലക്കെട്ടിന്റെ പശ്ചാത്തലത്തിന് മഞ്ഞ നിറം നൽകുക. വെബ് പേജിലെ പാരഗ്രാഫിന് അക്ഷരവലുപ്പം 20 പിക്സൽ നൽകുക. മാറ്റം വരുത്തിയ ഫയൽ സേവാസ് സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറക്കുക. അത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്നത് നോക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ടെക്സ്റ്റ് എഡിറ്റർ. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ടാഗോർ.html എന്ന ഫയലാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടാഗോർ എന്നത് സെലക്ട് ചെയ്ത് ഇതിന്റെ മൗസിന്റെ വലത് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ എന്നത് സെലക്ട് ചെയ്ത് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതേപോലെ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ടാഗോർ.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു. ഇനി അടുത്ത പ്രവർത്തനം രവീന്ദ്രനാഥ ടാഗോർ എന്ന തലക്കെട്ടിന്റെ പശ്ചാത്തലത്തിന് മഞ്ഞ നിറം നൽകുക. തലക്കെട്ടിന്റെ പശ്ചാത്തലത്തിന് മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ഇവിടെ തലക്കെട്ടിനെ സൂചിപ്പിക്കുന്നത് H2 എന്നതാണ്. ഇവിടെ H2, ഇവിടെ ഫോണ്ട് സൈസിന്റെ കളറ് ബ്രൗൺ ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിനാണ് മാറ്റം വരുത്തുന്നത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ്. ബ്ലൂ എന്നത് മാറ്റി ഇവിടെ യെല്ലോ എന്നത് ടൈപ്പ് ചെയ്യുക. യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി പറഞ്ഞിട്ടുള്ളത് വെബ് പേജിലെ പാരഗ്രാഫിന് അക്ഷരവലുപ്പം 20 പിക്സൽ നൽകുക. വെബ് പേജിലെ പാരഗ്രാഫിനെ സൂചിപ്പിക്കുന്നത് P എന്ന ടാഗ് കൊണ്ടാണ്. P ഇവിടെ P-നകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വെബ് പേജിലെ പാരഗ്രാഫിന്റെ അക്ഷര വലുപ്പം അതായത് ഫോണ്ട് സൈസ്. P-ൽ ഫോണ്ട് സൈസ് ഇവിടെ 16 ആണ്. 16 എന്ന് പിക്സൽസ് എവിടെ നിലനിർത്തി 16 എന്നത് മാറ്റി 20 എന്ന് നൽകുക. നമ്മൾ രവീന്ദ്രനാഥ ടാഗോർ എന്ന തലക്കെട്ടിന്റെ പശ്ചാത്തലത്തിന് യെല്ലോ നിറം നൽകി. വെബ് പേജിലെ പാരഗ്രാഫിന്റെ അക്ഷരവലുപ്പം 20 പിക്സൽ നൽകി. ഇനി എന്ത് ചെയ്യണ്ടേ? മാറ്റം വരുത്തിയ ഫയൽ സേവാ സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്നു കാണിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സേവാസ് ഉപയോഗിച്ച് സേവ് ചെയ്യാം. ഫയൽ സേവാസ് exam10 രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ നൽകി സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ക്ലോസ് ചെയ്യുക. അതിനുശേഷം പ്ലേസസ്, ഹോം, exam10 ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. ഇതിൽ
സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ വലത് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വെബ് പേജ് തുറന്നു വന്നതായി കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ പ്രവർത്തനത്തിലുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. കേരള സ്കൂൾ ശാസ്ത്രോത്സവ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു വെബ് പേജ് ചുവടെ തന്നിരിക്കുന്ന മാതൃകയിലേതുപോലെ തയ്യാറാക്കുക. കേരള സ്കൂൾ ശാസ്ത്രോത്സവ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു വെബ് പേജ് ചുവടെ തന്നിരിക്കുന്ന മാതൃകയിലേതുപോലെ തയ്യാറാക്കുക. ഇതിനായി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ശാസ്ത്രോത്സവം.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകളിൽ, അതായത് CSS ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന്റെ, അതായത് കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2019 അക്ഷര വലുപ്പം 30 പിക്സൽ എന്നിവ നൽകുക. വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് നീല നിറം നൽകുക. നീല അക്ഷര നിറം നൽകുക. മാറ്റം വരുത്തിയ ഫയൽ സേവ് ഉപയോഗിച്ച് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറക്കുക. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ശാസ്ത്രോത്സവം.html എന്ന ഫയലാണ് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കേണ്ടത്. അതിനുവേണ്ടി പ്ലേസസ്, ഹോം, ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ ഇതാണ് ശാസ്ത്രോത്സവം.html എന്ന ഫയലാണ് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കേണ്ടത്. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത് മൗസിന്റെ വലത് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ എന്നത് തന്നെ സെലക്ട് ചെയ്ത് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന്റെ, അതായത് കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2019 അതിന്റെ അക്ഷര വലുപ്പം 30 പിക്സലാണ് നൽകേണ്ടത്. പ്രധാന തലക്കെട്ടാകുമ്പോൾ H2 ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫോണ്ട് ഫാമിലി, വർദ്ധാനയുണ്ട്, ഫോണ്ട് സൈസ്. ഇവിടെ എന്താ പറഞ്ഞത്, അക്ഷര വലിപ്പം 30 പിക്സലാണ് നൽകേണ്ടത് അല്ലേ. അപ്പോൾ H2ലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഇവിടെ ഫോണ്ട് സൈസ് 20 പിക്സലാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ 30 ആക്കി കൊടുക്കുക. 30 എന്ന് ടൈപ്പ് ചെയ്യുക. 30 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ കാണുന്നുണ്ട് H2 എന്നതിൻ്റെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം എന്ന് കാണുന്നുണ്ടല്ലോ. പ്രധാന തലക്കെട്ട് കേരള സ്കൂൾ ശാസ്ത്രോത്സവമാണ്. അതിൻ്റെ H2 എന്നതാണ് അതിൻ്റെ ടാഗ്. H2വിൽ ഫോണ്ട് സൈസ് 30 പിക്സലാക്കി കൊടുക്കുവാനാണ് പറഞ്ഞത്. അത് ചെയ്തു. ഇനി അടുത്തത് പറഞ്ഞത്, വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് നീല നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് നീല നിറമാണ് നൽകേണ്ടത്. ഇവിടെ P എന്ന ടാഗിനുള്ളിൽ P, ഫോണ്ട് ഫാമിലി, പ്രധാന, ഫോണ്ട് സൈസ്. ഇവിടെ ബ്രൗൺ ആണ് കാണിച്ചിരിക്കുന്നത്. വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് നീല നിറമാണ് നൽകേണ്ടത്. അതുകൊണ്ട് P എന്ന ടാഗിൽ ഇവിടെ ബ്രൗൺ എന്നത് മാറ്റി എന്ത് കൊടുക്കുക, നീല, ബ്ലൂ കൊടുക്കുക. ആ സെമി കോളനെല്ലാം അവിടെ തന്നെ നിലനിർത്തണം. കോളൻ ചിഹ്നം സെമി കോളനെല്ലാം ബ്ലൂ എന്നത് നൽകുക. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഹെഡിങ്ങിന്റെ പ്രധാന തലക്കെട്ടിന്റെ
അക്ഷര വലുപ്പം 30 പിക്സൽ നൽകി, നമ്മൾ 30 പിക്സൽ നൽകി. അതുപോലെ തന്നെ വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് നീല നിറവും നൽകി. ഇവിടെ പാരഗ്രാഫിന് നീല നിറവും നൽകി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മാറ്റം വരുത്തിയ ഫയല് സേവാസ് ഉപയോഗിച്ച് സേവ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫയൽ സേവാസ് exam10 രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകണം. .html എന്നത് അവിടെ തന്നെ നിലനിർത്തി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ 990101_2 എന്ന പേരിലാണ് സേവ് ചെയ്തത്. ആ ഫയൽ നമുക്ക് തുറന്നു നോക്കാം. പ്രൈസസ് ഫ്രോം exam10 അത് വെബ് ബ്രൗസറിൽ തുറക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുറന്നു നോക്കാം. സെലക്ട് ചെയ്ത് മൗസിൻ്റെ വലത് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ളൊരു വെബ് പേജ് ദൃശ്യമായതായി കാണാൻ സാധിക്കും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയായി ശ്രദ്ധിക്കുകയോ വേണ്ട. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹെഡിങ്ങൾക്ക് സ്റ്റൈൽ നൽകുന്നതിന് ഉപയോഗിക്കുന്ന ടാഗ് H2, H1, H2, H3 എന്നിവ വരും. അതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെ P എന്ന ടാഗ് ഓർമ്മിക്കുക. ഇതിൽ 2 മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുള്ളത്, ഈ 2 ക്വസ്റ്റ്യനിലും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.